അമേരിക്കയിലെ ഒരു ബാങ്ക് ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാ അറിയണ്ടേ? കാരണം സിമ്പിളാണ്. ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം അമേരിക്കയാണ്. അവിടെ പലിശ നിരക്ക് കൂടണോ കുറയണോ എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അതാണ് ഫെഡറൽ റിസർവ്. നമ്മുടെ നാട്ടിലെ റിസർവ് ബാങ്ക് ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് അവിടെ ഫെഡറൽ റിസർവ് ചെയ്യുന്നത്. നമ്മുടെ പോക്കറ്റിലെ പണത്തിന്റെ മൂല്യം മുതൽ വിദേശത്തെ ജോലി സാധ്യതകളെ വരെ സ്വാധീനിക്കാനായിട്ട് ഈ ഒരു സ്ഥാപനത്തിന് കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ഒരു പുതിയ ചെയർമാന്റെ നിയമനം ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത്. ഫെഡറൽ റിസർവ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ലോക സാമ്പത്തിക രംഗത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം മതി ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾ തകരണോ അല്ലെങ്കിൽ കുതിച്ചുയരണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടാൻ. ഇപ്പോൾ ഈ സ്ഥാനത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത് കെവിൻ വോഷ് എന്ന വ്യക്തിനെയാണ്. പക്ഷേ അദ്ദേഹം വാർത്തകളിൽ നിറയുന്നത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പോളിസികൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അതിഭീമമായ സ്വത്ത് കാരണമാണ്. സത്യത്തില് എത്രത്തോളം സമ്പന്നനാണ് കെവിൻ വോഷ്? ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നതിൽ ഉപരിയായിട്ട് ലോകത്തെ വമ്പൻ കമ്പനികളിലും സ്റ്റാർട്ടപ്പുകളിലും അദ്ദേഹത്തിന് എത്രത്തോളം നിക്ഷേപമുണ്ട്? അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക താല്പര്യങ്ങൾ നാളെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളെ ബാധിക്കുമോ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ സെനറ്റിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കെവിൻ വോഷിന്റെ വെളിപ്പെടുത്താത്ത ആസ്തികളെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഫോബ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഏതാണ്ട് $200 ദശലക്ഷം വ്യക്തിഗത ആസ്തിയുള്ള വോഷിന്റെ നിക്ഷേപങ്ങൾ സ്പേസ് എക്സ് മുതൽ ക്രിപ്റ്റോ കറൻസി വരെ നീളുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള സെനറ്റർ എലിസബത്ത് വാറന്റെ വിമർശനങ്ങളും വോഷ് നൽകിയ മറുപടികളും ഇൻട്രസ്റ്റിംഗ് ആണ്. സെനറ്റർ എലിസബത്ത് വാറൻ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം എന്താണെന്ന് വെച്ചാൽ വോഷ് തന്റെ ആസ്തികളെ കുറിച്ച് നൽകിയ വെളിപ്പെടുത്തല് അപൂർണമാണ്. വോഷിന്റെ ഡസൻ കണക്കിന് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ഏതൊക്കെ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഉണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്നാണ് വാറൻ തുറന്നടിച്ചിരിക്കുന്നത്. അതിലുപരിയായിട്ട് 2008 സാമ്പത്തിക പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും അവർ വാദിക്കുന്നുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, ശതകോടീശ്വരനായ റൊണാൾഡ് ലോഡറുടെ മകളുടെ ഭർത്താവാണ് കെവിൻ വോഷ്. അതായത് ട്രംപിന്റെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ഇദ്ദേഹത്തിന് കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വലിയൊരു നിക്ഷേപം കിടക്കുന്നത് ജഗർനോട്ട് ഫണ്ട് എന്ന പേരിലാണ്. ഇതിൽ ചൈനീസ് കമ്പനികൾക്കോ ട്രംപ് കുടുംബമായോ ജെഫ്രി എപ്സ്റ്റീനുമായോ ബന്ധമുള്ള ബിസിനസ്സുകൾക്കോ നിക്ഷേപം ഉണ്ടോ എന്ന് വാറൻ ചോദിച്ചപ്പോൾ വോഷ് നൽകിയ മറുപടി, ഞാൻ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആസ്തികളെല്ലാം വിൽക്കും. വിറ്റില്ലെങ്കിൽ ഇത്രയധികം സ്വകാര്യ നിക്ഷേപങ്ങളുള്ള ഒരാൾ ലോകത്തിന്റെ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് താല്പര്യ സംഘർഷം ഉണ്ടാവില്ലേ എന്നതാണ് പ്രധാന ചോദ്യം. ചുരുക്കത്തിൽ പണവും അധികാരവും ഒത്തുചേർന്ന ഒരു വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു നിയമനം നമ്മുടെ സാമ്പത്തിക ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.